ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സെവൻ ഫ്രണ്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ മുതൽ ഉച്ചക്കലത്തെ വരെയുള്ള പരിപാടികളാണ്. രാവിലെ എഴുന്നേറ്റ് അവിടെ കാപ്പി കുടിച്ചു, അത് കഴിഞ്ഞ് ചായയും തിളപ്പിച്ച് കുടിച്ചു. ദേവൂട്ടൻ എഴുന്നേറ്റ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അവിടെ പോയിരിക്കുവാണ്. അത് കഴിഞ്ഞ ശേഷം പുറകുവശത്തെ കാഴ്ച എനിക്ക് സൂര്യപ്രകാശമാണ് അടിച്ചത്. അത് കഴിഞ്ഞ് ഏത്തയ്ക്ക പുഴുങ്ങി കഴിച്ചു. അത് കഴിഞ്ഞ് മൈദമാവ് ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. കലക്കി വെച്ചുണ്ടാക്കി. പയർ കറിയാണ് ദോശയുടെ കൂടെ ഉണ്ടാക്കുന്നത്. രണ്ട് മുട്ടയും പുഴുങ്ങി, ഏത്തയ്ക്കയും പുഴുങ്ങി, ഏത്തയ്ക്കയും മുട്ടയായിട്ട് രാവിലെ കഴിച്ചു. അതിനുശേഷം മീൻ കിട്ടിയായിരുന്നു. മീൻ ഇനി തൊലി പൊളിച്ചൊക്കെ എടുക്കണം. എൻ്റെ പേരെന്തോന്നും മനസ്സിലാകുന്നില്ല. അതിനുശേഷം അതിന് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചു. അതിനുശേഷം അതിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം എടുത്ത് അടുക്കളയിൽ വെച്ച് എണ്ണയൊക്കെ എടുത്ത് വെച്ചു. ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ച ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി തുടങ്ങിയ ചേരുവെല്ലാം എടുത്ത് വെച്ചിട്ടാണ് പോയി മീൻ പൊളിക്കാൻ പോയത്. അപ്പം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കറി വെക്കാറുണ്ട്. പുളിയും വെള്ളത്തിൽ ഇട്ടത്, മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇടണം. പുളി വെള്ളത്തിയിട്ട് വെച്ച് 3 പ്രാവശ്യം പുളി വെള്ളത്തിയിട്ട് വെച്ച് അതിനുശേഷം അതൊക്കെ കൊണ്ട് പാവയ്ക്കാക്കറി വെച്ചായിരുന്നു. പാവയ്ക്ക മുളകിനകത്തിട്ട് ചെറിയൊരു ചാറ് പോലെ വെച്ചു. ശേഷം മീനെല്ലാം വെള്ളം തിളപ്പിക്കാനും വെച്ച് മീനൊക്കെ ഇട്ട് വന്നപ്പം വെള്ളം നന്നായിട്ട് അടച്ചു. ചോറ് റൈസ് കുക്കറിനകത്താണ് വെച്ചത്. ചോറൊക്കെ അപ്പോഴത്തേക്ക് മീനെല്ലാം പൊട്ടിയെടുത്തുകൊണ്ട് വന്നതിന് ശേഷം മീൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എല്ലാം ഇട്ടൊന്ന് പുരട്ടി വെച്ചു. അതൊന്ന് വറുത്തിട്ട് കറി വെക്കാൻ ഇച്ചിരി വറുത്തിട്ടൊന്ന് കറി വെച്ച് നോക്കാമെന്ന് വെച്ച് ഇങ്ങനെ വറുത്ത ശേഷമാണ് ഇനി അപ്പോൾ അരി വെന്തായിരുന്നു. അപ്പോൾ അത് തിളപ്പിച്ചടച്ചിടുകയാണ്. വറുത്ത ശേഷം ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം കറി വെക്കാൻ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച്, മൺചട്ടിയിലാണ് വെക്കേണ്ടത്. എണ്ണ ചൂടായ ശേഷം കടുകൊക്കെ ഇട്ടു, ഉലുവയൊക്കെ ഇട്ടു. എന്നിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചത് അതൊക്കെ നമുക്ക് നന്നായിട്ടിട്ട് വഴറ്റിയ ശേഷം അതിൻ്റെ പച്ചമണം മാറി വന്നപ്പോൾ നമ്മളായിട്ട് എടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പൊടികളെല്ലാം ഇട്ടു. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് വാടി വന്ന് പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ നമ്മൾ കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചത് അത് ഇട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു. ഇത് നന്നായിട്ടൊന്ന് കുറുക്കി പറഞ്ഞ് വെച്ചിട്ട് വെള്ളം, അതിനുശേഷം കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു. നന്നായിട്ട് വെള്ളം ഒഴിച്ച ശേഷം തിളപ്പിക്കാൻ വെച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി തിളപ്പിക്കാൻ വെച്ച് തിളച്ച ശേഷം നമ്മൾ നമ്മുടെ മീനെല്ലാം കൂടിയിട്ട് അടച്ചു വെച്ച് വേവിച്ചു. മീൻ വറുത്തുകൊണ്ട് അധികം വേവില്ല. ആ ചാറൊക്കെ നന്നായിട്ട് പറ്റി കുറുക്കി അങ്ങോട്ട് വരണം. ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം.